ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് വെച്ചുള്ള മക്രോണിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് മക്രോണിയാണ്. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് പകുതിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സവാള, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, മല്ലിയില. കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഒരു പകുതി ക്യാരറ്റ്, ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടുതലായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരു 3 മുട്ട, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ബട്ടർ. ആദ്യം നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുള്ളായി മക്രോണി വേവിക്കും. അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് പിന്നീട് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. മക്രോണി അധികം വെന്ത് കുഴയാൻ പാടില്ല. കറക്റ്റ് വേവിന് തന്നെ എടുക്കണം. മക്രോണി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റിക്കളയാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ആദ്യം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നിർബന്ധമൊന്നുമില്ല. ബട്ടർ ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അധികം കരിയാതെ വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കരിയാൻ പാടില്ല. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ വഴറ്റേണ്ടെന്ന് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിത് വെളുത്ത കളറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒന്നും അധികം വഴറ്റരുത്. ചെറിയ ക്രിസ്പിയായി നമ്മൾ ഉണ്ടാക്കുന്ന മക്രോണിയിൽ കടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറുതായി പൊടിയായി അരിഞ്ഞതാണ്. എങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. വലുതാകുമ്പോൾ മക്കളൊക്കെ എടുത്ത് കളയുമല്ലോ. ഇനി പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറയാൻ വിട്ടുപോയി, ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റാം. ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഉടച്ചത് ഒഴിച്ച് നന്നായി ചിക്കിയെടുക്കാം. ഉപ്പും എരിവൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നന്നായി ചിക്കിയെടുത്ത് മക്രോണിയുമായി മിക്സ് ചെയ്യണം. ഇനി ലാസ്റ്റ് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് മക്രോണിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മക്രോണിയിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഉപ്പിൻ്റെയും എരിവിൻ്റെയും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. മക്രോണി പൊടിയാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കട്ടെ. എരിവും ഉപ്പുമൊക്കെ എല്ലാം കറക്റ്റാണ്. നമുക്കിതിൽ ലാസ്റ്റ് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി നിങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.